നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ പോലീസ് കുറ്റവിമുക്തനാക്കിയതോടെ തുറന്നത് പുതിയ പോർമുഖം. തന്ത്രിയെ കരുവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തിരിച്ചടിയായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ശബരിമല സന്ദർശനത്തിനൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്നാണ് റിപ്പോർട്ടുകൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞ കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളും രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റിവരയ്ക്കുമെന്ന് ഉറപ്പായി. ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി ആവശ്യപ്പെട്ടെന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തി. മിനിറ്റ്സിൽ പിച്ചളപ്പാളി എന്നത് വെട്ടി ചെമ്പുപാളി എന്നാക്കിയത് സ്വർണ്ണവേട്ടയ്ക്കുള്ള ആസൂത്രിത നീക്കമായിരുന്നു. തന്ത്രി ഒപ്പിടാത്ത മഹസർ രേഖകളും കോടതിയിൽ ഹാജരാക്കി. ഇതോടെ തന്ത്രി കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഷ്ട്രീയ വമ്പന്മാർക്ക് തിരിച്ചടി ലഭിച്ചു. തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇനി ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, എ പത്മകുമാർ തുടങ്ങിയവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇഡി നീക്കം. തിരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ ശബരിമല വിഷയം ദേശീയതലത്തിൽ സജീവമാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഉടൻ സന്നിധാനത്തെത്തും. ജനുവരി 15 തിരുവനന്തപുരത്ത് എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നിയമസഭയിൽ 2 അക്ക സീറ്റുകൾ ലക്ഷ്യമിടുന്ന BJPക്ക് സ്വർണ്ണക്കൊള്ളക്കേസിലെ ED അന്വേഷണം കരുത്താകും. കോടതിയിൽ നിന്ന് കേസ് രേഖകൾ കൈക്കലാക്കിയ ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കർശന നടപടികളിലേക്ക് കടക്കുന്നതോടെ പ്രമുഖ നേതാക്കൾ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ബാധിക്കുന്ന വൈകാരിക വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. തന്ത്രിയുടെ പേരിൽ പുകമറ സൃഷ്ടിച്ച് കോടികൾ തട്ടിയ പത്മകുമാറിനും സംഘത്തിനും ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഇനി ലഭിച്ചേക്കും. തന്ത്രിയല്ല ദൈവതുല്യൻ എന്ന് പോലീസ് തന്നെ പറയുകയാണ്. 2004 ബംഗളൂരു പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തുന്നത് തന്ത്രി കണ്ഠര് രാജീവരുമായിട്ടുള്ള ബന്ധം വഴിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. തന്ത്രി കൊണ്ടുവന്നയാൾ എന്ന നിലയിൽ ഇയാൾക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കളായ G രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ഭരണകാലത്താണ് പോറ്റി ശബരിമലയിലെ സമാന്തര ഭരണാധികാരിയായി വളർന്നതെന്നായിരുന്നു CPM ആരോപണം. ആറന്മുളയിൽ വെച്ച് കവറിലിട്ട് രഹസ്യമായി നൽകിയ ഉത്തരവിലൂടെയാണ് ഇയാൾക്ക് കീഴ്ശാന്തി നിയമനം ലഭിച്ചതെന്നും മുൻമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരന്റെ ശുപാർശയെ പോറ്റിക്ക് തുണയായി എന്നും പ്രചരണം വന്നു. തമിഴ്, കന്നഡ ഭാഷകൾ അറിയാവുന്ന പോറ്റി ഇതര സംസ്ഥാന കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ടവനായി മാറിയെന്നായിരുന്നു CPM പ്രചരണം. ഇത്തരം പ്രചരണത്തിലൂടെ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനായിരുന്നു ശ്രമം. എന്നാൽ അതൊന്നും ഇനി നടക്കില്ല. EDക്കും തന്ത്രിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ട സാഹചര്യം കോടതിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടോടെ ഇല്ലാതായി. തന്ത്രി കണ്ഠര് രാജീവരായിരുന്നു സൈബർ സഖാക്കളുടെ ആക്രമണത്തിന് വിധേയനായത്. ഏതായാലും ഇതിന് ഇനി നിയമപരമായ ബലമുണ്ടാകില്ല. EDയും അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ശബരിമല സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. മുൻപ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയ അതേ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളുകളും പാലിച്ചായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതിനുള്ള ഔദ്യോഗിക തീരുമാനങ്ങൾ ഉടനുണ്ടാകും. BJPയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 15 തിരുവനന്തപുരത്തെത്തും. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതോടെ BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി ആരംഭിക്കും. ശബരിമലയിലെ പുണ്യ സ്വർണ്ണം കവർന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന നിലപാടിലാണ് കേന്ദ്രം. അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ശബരിമലയിൽ എത്തുന്നതോടെ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി തിരഞ്ഞെടുപ്പ് ഗോതിയിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് BJP ലക്ഷ്യം. മോദിയുടെ ശബരിമല സന്ദർശനത്തിൽ അമിത്ഷാ കേരള നേതൃത്വത്തിൽ നിന്നും റിപ്പോർട്ട് തേടും.